ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഷാസി ട്രീറ്റ്സ്. നല്ല ടേസ്റ്റുള്ള നല്ല പാകത്തിന് മധുരമുള്ള നല്ല അടിപൊളി നെയ്യപ്പം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്യപ്പത്തിന് വേണ്ട മധുരം ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കുക. അതിനായിട്ട് ഒരു 350-360 ഗ്രാം അളവിൽ വെള്ളം നമുക്ക് ചേർക്കാം പൊടിച്ചിട്ട്. അതിലേക്ക് ഒരു കപ്പ് 250 ml ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അലിയിച്ചിട്ട് എടുക്കാം. അലിയിച്ച ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതിലുള്ള പൊടികളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. പ്ലാസ്റ്റിക് അരിപ്പിയാൻ പറ്റിയ നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ചൂട് മാറിയ ശേഷം ഒന്ന് അരിച്ചെടുക്കുക. ഈ വെള്ളത്തിൽ ഇപ്പോൾ അത്യാവശ്യം പൊടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അരിച്ചെടുത്തപ്പം പൊടികളൊക്കെ ഒന്ന് മാറിക്കിട്ടി. ഇനി ഈ വെള്ളത്തിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ടൊന്ന് നമ്മൾ വെയിറ്റ് ആക്കണം. കാരണം ഈ പാനി കൊണ്ടാണ് നമ്മൾ അരി അരിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ കാര്യമാണ് അരി, പച്ചരിയാണ്. ഇത് 2 കപ്പ് അളവിൽ പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഒരു 3-4 മണിക്കൂർ എന്തായാലും പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. 250 ml കപ്പിൽ 2 കപ്പ് അളവിലാണ് ഞാൻ പച്ചരി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ 2 ബാച്ചാക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ശർക്കര പാനി ഒന്ന് ചൂട് മാറിയിട്ടുണ്ടാവും, അതിൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ശർക്കര പാനി തന്നെ മതി നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അരി നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ വലിയ വലിയ തരികളല്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കൈകൊണ്ടെടുത്ത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമ്മൾ റവൻ്റെ എല്ലാം ഒരു ചെറിയ ചെറിയ തരികളില്ലേ, അതേപോലെ വേണം. നല്ല നൈസായിട്ടല്ല, എന്നാൽ ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വലിയ വലിയ തരികളാകരുത്. അപ്പോൾ ഇതേപോലെ അരച്ചെടുക്കുക. രണ്ടാമത്തെ ബാച്ചും കൂടി അരച്ചെടുത്ത ശേഷം അതിൽ നിന്ന് 1/4 ഭാഗം ഒരു ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ബൗളിലേക്ക് എന്തിനാണ് ഒഴിച്ചെടുത്തതെന്ന് വെച്ചാൽ മൈദ ഇട്ടിട്ട് മിക്സാക്കാൻ വേണ്ടിയിട്ടാണ്. മൈദ ഡയറക്റ്റ് വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം ചിലപ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ബൗളിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്തേ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കാം. മൈദ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൈദ മിക്സിയിൽ അരിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അരച്ചാൽ പോരെയെന്ന്. പക്ഷെ അങ്ങനെയല്ല. മൈദ മിക്സിയിലിട്ടിട്ട് അരക്കുമ്പം വലിഞ്ഞ് വരും നമ്മളെ മാവ്. അപ്പോൾ ഇതേപോലെ തന്നെ മിക്സാക്കിയിട്ട് ചെയ്തെടുക്കണം, എന്നാലേ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ചെറിയ ബൗളിലുള്ള മിക്സ് ഫുള്ളും നമുക്ക് വലിയ ബൗളിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇങ്ങനെയാകുമ്പോൾ മൈദൻ്റെ കട്ടകളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ ശർക്കര പാനിൻ്റെ വെള്ളമൊക്കെ ചേർത്തത് കറക്റ്റ് അളവാണ്. അഥവാ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഈ ഒരു ടെക്സ്ചറിലാണ് ഞാൻ പറഞ്ഞൊരളവിൽ കറക്റ്റായിട്ട് ഉണ്ടാവുക. നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ ടു 1/4 ടീസ്പൂൺ അളവിൽ വരെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചുട്ടെടുക്കാം. പക്ഷേങ്കിൽ ഇതേപോലെ 5-6 മണിക്കൂർ, കുറഞ്ഞതാണ് 5-6 മണിക്കൂർ, 8 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലത്. കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഏകദേശം ഒരു 6 മണിക്കൂറിന് ശേഷം ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വരെ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പം ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫാക്കുക. ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. നമ്മളെ മാവ് ഇപ്പം നന്നായിട്ട് എന്താ പറയുക, ഇത് പൊങ്ങിയിട്ടൊന്നും വരില്ല, നന്നായിട്ട് സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നേരത്തെ തന്നെക്കാളും കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല തിക്നെസ് ആണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ അളവിൽ തന്നെ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിലോ ഉപ്പ് ചേർത്തിട്ട്, നിങ്ങൾ ഉപ്പ് ആവശ്യത്തിനൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ആ അളവിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച എള്ളും തേങ്ങാക്കൊത്തും കൂടിയിട്ട് ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ചൂട് മാറിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ചൂടോട് കൂടിയിട്ട് ഒഴിച്ചെടുക്കരുത് കേട്ടോ.
അപ്പോൾ ചൂട് മാറിയ ശേഷം ഒഴിച്ചെടുത്ത ശേഷം ഇതേപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഞാനൊരു കടായി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിന്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് നെയ്യപ്പം ചുട്ടെടുക്കുക. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഈ ഒരു റെസിപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ചെറിയൊരു കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചു കൊണ്ടാണ് ഈ നന്നായിട്ട് നല്ലൊരു കളറ് കിട്ടുന്നത് ഇതിന്. ഇനി അടുത്തതും കൂടിയിട്ട് നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഓയിലിൻ്റെ ചൂട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഓയിലിൽ നല്ല ചൂടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, പൊങ്ങി വരുന്നില്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ഓണാക്കിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അടിപൊളി തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്തിന്. അപ്പോൾ അടിപൊളി പൊങ്ങി വന്നിട്ട് തന്നെ നല്ല അടിപൊളി പെർഫെക്റ്റായിട്ട് നമ്മളെ നെയ്യപ്പം കിട്ടീനി. സൈഡ് ഭാഗമെല്ലാം നല്ല വല പോലെ, അതല്ലേ ഈ നെയ്യപ്പത്തിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടീനി. അപ്പം നെയ്യപ്പയ്ക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.